എന്നാ പിന്നെ സുശീല ലേറ്റാക്കണ്ട. ഞങ്ങൾക്ക് ഒന്ന് പുറത്തു പോകണം, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അയ്യോ സാറേ, അപ്പൊ ഞാനിനി എങ്ങോട്ട് പോവും? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോകുമ്പോ ഞാൻ ഈ വീടിന് കാവലിരുന്നോളാം. ഇവിടെ ആരുടെയും കാവലൊന്നും ആവശ്യമില്ല സുശീലേച്ചി. ഗേറ്റ് അടച്ചാ ആരും ഇങ്ങോട്ട് കേറില്ല. പോരാത്തതിന് CCTV ഉണ്ട്. ഓ അല്ല, പക്ഷെ എനിക്കിപ്പോ പോകാൻ വേറെ ഇടമില്ല സാറേ. അല്ലെങ്കിൽ പണ്ടത്തെ മാതിരി ഞാനിവിടെ വീട്ടുജോലിക്കാരിയായി നിന്നോളാം. ഇപ്പോ ഇവിടെ ഒരു ജോലിക്കാരി ഓൾറെഡി ഉണ്ട്. അവൾക്കാണെങ്കിൽ കുടുംബം പോറ്റാൻ വേറെ വഴിയൊന്നുമില്ല. മാത്രമല്ല സുശീലയ്ക്ക് ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇല്ലല്ലോ. സുശീല ആന്റിയുടെ പേരുള്ള വീടല്ലേ അത്? പിന്നെന്താ ആന്റി അവിടെ പോവാതിരിക്കുന്നത്? പോയാ ആന്റി അവിടെ നിന്ന് ആരെങ്കിലും ഇറക്കി വിടുവോ? ആരിറക്കി വിടാനാ? ഇപ്പോഴും സുശീലയെ ആരും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. സുശീല തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതല്ലേ. എനിക്കവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ സാറേ? എന്നെ വേണ്ടാത്ത മക്കളുടെ കൂടെ ഞാനിതിനെ നിൽക്കുന്നു സാറേ. ആദ്യം അതിന് സുശീലയുടെ മക്കളെ വേണമെന്ന് വെക്കണം. അപ്പൊ അവർക്ക് സുശീലയും വേണമെന്ന് പറയും. ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിന് നിന്റെ മക്കൾ ജീവിച്ചില്ലേ? അവര് വളർന്നില്ലേ? ഇനിയുള്ള കാലം നീ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അപ്പൊ എല്ലാം ശരിയാവും, സമാധാനം ഉണ്ടാവും. ഓ, അപ്പോ സച്ചി സാറും എന്നെ അങ്ങ് കൈവിടുകയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. തനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ അത് സ്വന്തം കുടുംബമായിട്ട് വഴക്കിട്ടുണ്ടാവരുത്. അതെ, സുശീല സ്വന്തം മക്കളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്താതെ ഇപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോണം. ഇവിടെ എന്തായാലും നിനക്ക് തങ്ങാൻ പറ്റില്ല. ശരി സാറേ, എന്നെ ഓർത്ത് പേടിക്കണ്ട. ഇവിടുന്ന് ഞാൻ പൊയ്ക്കോളാം. സാറ് പറഞ്ഞ ഞാൻ പോയല്ലേ പറ്റൂ. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോണോ വേണ്ടയോ എന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. സുശീലയ്ക്ക് സച്ചിദാനന്ദം മുതലാളിയുടെ ഉപദേശം ആവശ്യമില്ല. ഇങ്ങോട്ട് കയറി വന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. അപ്പോ ഞാനങ്ങ് പോയേക്കുവാ. ഓ, ചെന്ന കഥ ഞാൻ നടിച്ചു.